പക്ഷെ ഇവിടുത്തെ വൈരങ്കോട് ക്ഷേത്രം, ഈ വൈരങ്കോട് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ദേവി ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇവിടെ ഉപസ്ഥിതമായിട്ടിരിക്കുന്നത്. മറ്റേത് സാധാരണഗതിയിൽ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉപദേവതകള്, ഉപപ്രതിഷ്ഠകള്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള നിരവധി സഹായങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ ദേവിയുടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അത് ഏത് ദേവിയാണ്? സരസ്വതി ദേവിയാണോ, നമ്മുടെ ഭദ്രകാളിയാണോ, ഏത് രൂപമാണോ, ആർക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ഉപാസിക്കാം. അതായത് ഏതൊരു ദേവിക്കും ഏതൊരു ദേവനും ഏത് രീതിയിൽ വേണമെങ്കിലും ആയിത്തീരാൻ കഴിയും എന്നതിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നമ്മുടെ കനലാട്ടത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ആയിക്കഴിഞ്ഞു. അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ദേവിയെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പറയാം. ഇതിനെ വെച്ച് ഈ കനലാട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് പറയണമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 തവണയായിട്ട് കാണുന്നേ ഉള്ളൂ. ചെറിയ തീയാട്ടോടനുബന്ധിച്ചിട്ടുള്ള ഈ കനലാട്ടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വലിയ തീയാട്ടിനോടനുബന്ധിച്ചിട്ടുള്ള കനലാട്ടം 2 കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ക്ഷേത്രത്തിൽ നിന്ന് ദേവിയുടെ അനുവാദം വാങ്ങി കൊണ്ടുവന്ന് അതിൽ ഈ കനലിൽ ആറാടുന്ന ഒരു സമ്പ്രദായമൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.